Good morning, all. Good morning, teacher. Good morning. Good morning, ma'am. Good morning. Prayer പറഞ്ഞു കേട്ടോ. Ma'am, prayer. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ, കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർ തൂകാൻ, വിജ്ഞാനമേകും നിറകതിർ തൂകാൻ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കൊമ്പിൽ നീട്ടി ചൊരിയൂകനാഥ നിൻ സ്നേഹധാര. ചൊരിയൂകനാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു മാം. Sign and thought of the day. Good morning to all. Thought of the day. Happiness depends on what you think. Thank you. Ma'am, signing. Story on The Clever Little Rabbit. Once upon a time, in a green forest, a little rabbit saw a hungry fox. The fox said, "I am going to eat you for lunch." But the clever rabbit smiled and said, "Wait, there is a bigger, tastier rabbit behind that tree." The fox ran quickly to find the big rabbit. There was no rabbit. The clever little rabbit hopped away and was safe. Moral of the story: smart thinking can save the day. Thank you. Okay. Then നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ? And Miss, Okay. ടീച്ചർ അന്ന് തന്ന വർക്കില്ലേ മറ്റേ നമ്മൾ 10 സെന്റിമീറ്റർ ടു 1 സെന്റിമീറ്റർ ചെയ്യണ്ടേ? ആ, അതെ നോക്കിയോ? ടീച്ചറെ, ഞാനത് ഒരു ആശാരിയുടെ കയ്യിലാണ് കൊടുത്തത്. അപ്പൊ അവരത് എനിക്ക് ചെയ്തു തന്നായിരുന്നു. പക്ഷെ അവർ ചെയ്തതിൽ 4 സൈഡ്സ് അവർ ഈക്വൽ ആയിട്ട് അല്ല ചെയ്ത്. ആശാരിമാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. അവർ 2 സൈഡ്സ് മാത്രം സെയിം ഇഞ്ച് ചെയ്തിട്ട് ബാക്കി രണ്ടും അവരുടെ ഒരു ഇഞ്ച് വെച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 1 സെന്റിമീറ്റർ ഒക്കെ വരുമ്പോൾ നമുക്ക് ആ സ്ക്വയർ ടൈപ്പിലല്ല വരുന്ന, റെക്ടാംഗിൾ ഷേപ്പിലാണ് വരുന്നത്. ആണോ? എനിക്ക് അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ അയാൾ എന്റെ കയ്യിൽ നിന്ന് 1200 റുപ്പീസ് മേടിക്കുകയും ചെയ്തായിരുന്നു. എടാ, സത്യമായിട്ട് അത്രയും പൈസ ആവില്ല. ഞാനത് ചെയ്യിച്ചു ആശാരിയുടെ അടുത്തുനിന്ന്. 400 ആയുള്ളൂ എനിക്ക്. പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. മിസ്, എനിക്കും 400 റുപ്പീസ് ആയിട്ടേ ഉള്ളൂ. ഞാനും ചെയ്തത് ആശാരിന്റെ അടുത്തുനിന്ന് തന്നെയാണ്. എനിക്ക് 500 ആശാരിയാണ്. പക്ഷെ ഇവര് അവരുടെ കയ്യിലിരിക്കുന്ന ഇതില് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഞാൻ ചെയ്തു തന്ന ടീച്ചർ. അപ്പൊ ഞാൻ അത്രയും രൂപ ശരിക്കും ഞാൻ റേറ്റ് പറഞ്ഞാലായിട്ട് നിങ്ങളുടെ അടുത്ത്. എനിക്ക് 400 ആയുള്ളൂ. ഭയങ്കര പൈസ. അവർക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആണ് അത്.
ഈ വുഡിന്റെ പീസ് എനിക്ക് മെറ്റീരിയലിന് മാത്രം ടീച്ചർ 400 റുപ്പീസ് മേടിച്ചു എന്റെ കയ്യിൽ നിന്ന്. ഇത് ഞങ്ങൾക്ക് മെറ്റീരിയൽസും ലേബറും കൂടി കൂടിയിട്ടാണ് 400 വന്നത്. അറിയുന്ന ആളായിരുന്നു അത്? അറിയുന്ന ആളായിരുന്നു, പക്ഷെ അവർ ചെയ്തു തരാന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞാൻ കൊടുത്തിരുന്നത്. കാരണം ടീച്ചർ അന്ന് തന്ന ഫ്രെയിം വർക്കും ഈ ആളായിരുന്നു ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ചെയ്തോണ്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ ഇങ്ങനെ കിട്ടുമെന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല ടീച്ചർ. അതാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കാരണം ഇവര് മൊത്തം ചെയ്തിട്ടാണ് എന്നെ വിളിച്ച് കാണിച്ചത്. സോറിയുടെ അത്രയും പൈസ ശരിക്കും പറഞ്ഞാൽ ആവൂല കേട്ടാടാ. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ചെയ്താൽ മതിയായിരുന്നു, ചാർട്ട് പേപ്പറിൽ ചെയ്താൽ മതിയായിരുന്നു. ചാർട്ട് പേപ്പർ നമ്മൾ നോക്കി, പക്ഷെ അത് ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒരു ഇതാണ്. ചാർട്ട് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഇതിന് എനിക്ക് മോളിപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഹോസ്പിറ്റലാണ് ടീച്ചറെ. ഞാൻ അന്ന് ടീച്ചർ വർക്ക് തന്നതിന് ശേഷം ഇന്നാണ് ഞാൻ ടീച്ചറിന്റെ ക്ലാസ്സിൽ കേറുന്നത് തന്നെ ടീച്ചർ. സോറിയുടെ അത്രയും പൈസ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം സാധാരണ 400, 500, 600 അതിനുള്ളിലാണ് വരാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ ആശാരിയുടെ കാര്യം പറയില്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ എനിക്ക് അത്രയും കുറവിനെ കിട്ടി, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. എന്ന് വെച്ചാല് 10 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെയുള്ള ആ ഡയമെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ ചെയ്തപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന മെറ്റീരിയൽ ഇത്തിരി ഡിഫറൻസ് ഇല്ലായിരുന്നു. അപ്പൊ അവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇതേപോലെ തന്നെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ അയ്യോ ഇതല്ലാട്ട മോനെ, അവർക്ക് പണി അറിഞ്ഞൂടാ, അവർക്ക് എന്താ ചെയ്യേണ്ടത് അറിഞ്ഞൂടാണ് ചെയ്തിരിക്കുന്നേട്ടാടാ. ടീച്ചർ ഇങ്ങനെയായിരുന്നു ടീച്ചർ എനിക്ക് ചെയ്ത് തന്നത്. അല്ലെങ്കിൽ ഇവർ ഒന്ന് ചെയ്തിട്ട് എന്നെ വിളിച്ച് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു. പക്ഷെ ഇവർ അത് എന്നോട് അങ്ങനെ പറഞ്ഞതും ഇല്ലായിരുന്നു. മോൻ വാങ്ങിക്കേണ്ടായിരുന്നു എല്ലായിടത്തും. ഞാൻ ടീച്ചർ എന്നിട്ട് ഇതും കൊണ്ട് ഞാൻ വേറെ ഒരു ആളുടെ അടുത്ത് പോയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വെച്ച് നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞ് ഇത് വെച്ച് ഇനി ചെയ്തു തരാൻ പറ്റത്തില്ല, ഇനി പുതിയത് വല്ലതും ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ശരി മോൻ, എനിക്ക് പുതിയത് ചെയ്യാൻ നിക്കണ്ട, ഇത്രയും പൈസ കളഞ്ഞല്ലേ. അതെ ടീച്ചർ, കാരണം എന്റെ വീട്ടിന്റെ അടുത്തുമല്ല, ഞാൻ അത്രയും ഓട്ടോ പിടിച്ചാ പോയത്. കാരണം ഓട്ടോ പിടിച്ച് പോകുന്നതിന് ഓട്ടോ ഫെയറും ഞാൻ 500 രൂപ കൊടുത്തു. അത്രയും ലോങ് ആണ്. അതവര് ഇത് കാണിച്ചതാണ്, പറ്റിച്ചണം. അതെ ടീച്ചർ, ആ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന 1 സെന്റിമീറ്ററിന്റെ അത് റെക്ടാംഗിൾ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അത് ഒരു രീതിക്ക് ഇരിക്കുള്ളൂ, ഒരുപാട് നേരം അത് ഇരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോ അത് മറിഞ്ഞു വീഴുന്നു. എന്റെ ഉണ്ടോ നോക്കട്ടെ, ഞാൻ ചെയ്തതിന്റെ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. വെച്ചിടാം, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് എന്തെങ്കിലും ചെയ്തതിന് ഉണ്ടാവും. കാരണം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. ശരിക്കും പക്ക വുഡാണ്. എന്ന് വെച്ചാല് ഡിഫറൻസ് നോക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ചെയ്യുമ്പോ ഇത് ഡിഫറെന്റ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട് സൈസ്. പക്ഷെ ഇത് നിസ്സാരം പൈസയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്രയും രൂപ ചെലവാകുന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു. അത്രയും രൂപ എന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇത്രയും എമൗണ്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാരും ഗ്രൂപ്പിൽ പറഞ്ഞത് ഈ 400, 200, 300 ഒക്കെയാണ് പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇവർ ഇത്രയും എമൗണ്ട് എടുത്തിരിക്കുന്നത്. ഇനി അവർ ചെയ്ത മോഡലിൽ വെച്ചിട്ടുള്ള എമൗണ്ട് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ടീച്ചർ. കാരണം മോനിക്ക് ചെയ്തതില്ല, അത് ഭയങ്കര നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ വർക്ക് നമ്മൾ 1 സെന്റിമീറ്റർ കട്ട് ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അതൊരു സ്മൂത്ത് ഒക്കെ ചെയ്ത് തരുമ്പോ അത് ടഫാണ്, കുറച്ച് എഫേർട്ട് കൂടുതൽ വേണം, ലേബർ കൂടുതൽ വേണം. അപ്പൊ അതിന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ടൈം എടുക്കും. ആൻസിന്റെ വീട് എവിടെയാണ് ടീച്ചർ? ഞാൻ ആലപ്പുഴ പുന്നപ്രയുള്ളയാ. ഓക്കേടാ, ഇനിമ ചെയ്യണ്ട കേട്ടത്. ശരി ടീച്ചർ. കാർഡ്ബോർഡ് നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഡെയിലി ഇപ്പൊ എക്സാം കഴിയുന്ന വരെയും ടൈം ഉണ്ട്.
ഇപ്പൊ ഒരു ബോക്സ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ബോക്സ് ഒരെണ്ണം ചെയ്താൽ മതി. പിന്നെ അടുത്ത ആഴ്ച അടുത്ത ബോക്സ് ചെയ്യും. അങ്ങനെ 10 ആഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 ബോക്സുകൾ ചെയ്യാനായിട്ട് പറ്റും ചാർട്ട് പേപ്പർ കൊണ്ട്. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ. ഞാൻ എന്റെ ക്ലാസ്സുകളിൽ പറഞ്ഞോളാം ഇത്രയും രൂപ ആകുള്ളൂ എന്നുള്ളത്. അതിൽ കൂടുതലാണെങ്കിൽ ആരും ചെയ്യേണ്ടതാണ്. ഓക്കെ എനിക്ക് പറ്റില്ല. എനിക്ക് മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും സെയിം റേറ്റ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് റേറ്റിന്റെ പ്രശ്നമല്ല ടീച്ചർ, ഇവര് പറഞ്ഞ രീതിക്ക് ചെയ്തു തന്നില്ല, അതാണ് എനിക്ക് ഒരു ഇത് പറ്റിയത്. അവരോട് പറഞ്ഞോ? ചോദിച്ചാ ഇത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ മോഡല് കാണിച്ചു കൊടുത്ത്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു കുട്ടി ഫോട്ടോ ഇട്ടായിരുന്നു ചെയ്ത്, അപ്പൊ ഞാൻ അതും കാണിച്ചു കൊടുത്തായിരുന്നു. അത് കാണിച്ചു കൊടുത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു എല്ലാം ചെയ്തതാണ്. പക്ഷെ ഒന്ന് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇത് ഇവരെല്ലാം ഒറ്റയടിക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഒന്നും പറഞ്ഞു. അതെ, സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് 1200 വാങ്ങിച്ചിട്ട് വേണം. വേറെ ആളുകൾ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? അതെ അതെ. അവിടെ എങ്ങനെ പറഞ്ഞത്? അവരെ എമൗണ്ട് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇത് വെച്ച് ഇനി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞ. കാരണം ചെയ്യാമോ? മുന്നൊന്ന് ചോദിച്ചു നോക്ക് ചുമ്മാ എത്ര രൂപ ആകും എന്നുള്ളത്. വേറെ ഫുഡ് എടുത്തിട്ട് അധികം നല്ല ക്വാളിറ്റിയുടെ ഫുഡൊന്നും വേണ്ട, സാധാരണ ഇതിന് മതി എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഉള്ള വേസ്റ്റ് ആയിട്ടുള്ള പോണ ഫുഡോ അത് വെച്ചിട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ചോദിച്ചാൽ മതി. 400 ആണെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീക്ക്ലി ഓരോ ബോക്സ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റേറ്റ് നിങ്ങളോട് നിങ്ങളോട് ഞാൻ റേറ്റ് ശരിക്കും കുറവാണ് വരാറ്. ഇപ്പൊ ഞാൻ ചെയ്ത 400 ആണെങ്കിൽ ചില ക്ലാസ്സുകളിൽ കുട്ടികൾ പറയാൻ 200 വാങ്ങിച്ചു, ജസ്റ്റ് അവർക്കധികം എഫേർട്ട് വന്നില്ല. അത് ഓരോരുത്തരുടെ രീതിയായിരിക്കും. ചിലപ്പോൾ ചിലവരുടെ കയ്യിൽ ഫുഡ് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്ത ഏതെങ്കിലും പീസിന് അത് നോക്കിയിട്ടൊക്കെയാണ് അവർ വാങ്ങിക്കാറ് 300. അപ്പൊ ഇത്രയും റേറ്റ് ആവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ല ടീച്ചർ, അത് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ കിട്ടിയതിന്റെ ഒരു വിഷമേ ഉള്ളൂ. കാരണം ഞാൻ ടീച്ചർ പറഞ്ഞ് അന്ന് തന്നെ ആശാരിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ കുട്ടികളോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്ത് മോഡൽ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത്. പിന്നെ ഞാൻ അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കാണിക്കുന്നില്ല, എന്റെ മോഡൽ തെറ്റാണ്, ചെയ്ത ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചേച്ചി ഗ്രൂപ്പിലിട്ട് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായത് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഓക്കേടാ, അതവര് എന്തോ പോലെ പറ്റിച്ചാണ് കേട്ടോ, അതുപോലെ പൈസ വാങ്ങിച്ചാണ്. ഇനി അവരുടെ അടുത്തൊന്നും കൊടുക്കണ്ട കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കേടാ. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരായിരുന്നു? ആതിരേ, അനുശ്രീ മോൻ ചെയ്തിട്ടുണ്ടാടാ? ശ്രുതി ചെയ്തെന്ന് പറഞ്ഞില്ലേ? ചെയ്തിന് മിസ്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? വുഡിന്റെ ആയിരുന്നോ ചെയ്തത്? വുഡിന്റെ തന്നെ. ഒന്ന് കാണിച്ച്. ഓക്കെ, ജസ്റ്റ് മിസ് ഞാൻ ഇപ്പൊ കോളേജിലില്ല. സോറിടാ. ശ്രുതിയോ? മിസ്സേ ഞാനും ചെയ്തത് വുഡിൽ തന്നെ, പക്ഷെ ഞാൻ ഓഫീസിലല്ലേ. സോറി കേട്ടാ. അപ്പൊ നിങ്ങളൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. ആണോ? ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. കാരണം നമ്മള് അത്രയും പൈസ ആവില്ല കേട്ടോ. ഇനി മറ്റുള്ളവർ ചെയ്യുമ്പോഴും അത്രയും പൈസ ഒന്നും ആവില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്യാൻ നോക്കുക. വുഡിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ വുഡിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മെറ്റീരിയൽ ഉള്ളത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ഒന്ന് വുഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. അല്ലാത്തവർ ഈ ഒരു ചാർട്ട് പേപ്പറിൽ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു പിങ്ക് ടവറിന്റെ മോഡൽ അല്ലേ, അതങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത് അല്ലേ? അതില് ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഈ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തോ? എവിടെ വരെ എടുത്തു ഓർമ്മയുണ്ടോ? ഫാക്ടർ ദാറ്റ്, അതില് ഫാമിലി എടുക്കേണ്ടത്. ഫാമിലി എടുക്കേണ്ടത് അല്ലേ? Factor that influence emotional development.
ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫസ്റ്റ് പറഞ്ഞൊരു ഫാക്ടറാണ്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ്, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും ബാലൻസ്ഡ് ആയിരിക്കും. ഇനി ഫിസിക്കൽ സ്ട്രക്ചറിലോ എന്തെങ്കിലും സഫറിങ് ഫ്രം ഇൽനെസ്, അസുഖങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ എബിലിറ്റി വളരെ കുറവായിരിക്കും, പൂറായിരിക്കും. ഇനി ഇന്റലിജൻസ് ആയിട്ടുള്ള കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് കൂടുതലായിട്ടാണ് കാണുന്നത് കമ്പയർഡ് ടു ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ. അവർക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കാര്യങ്ങളും വളരെ കുറവാണ്. നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ശ്രദ്ധിക്കണം. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയാണ്. ചിൽഡ്രൻ അവന്റെ ഇമോഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ അവന്റെ ബിഹേവിയർ കോപ്പി ചെയ്യുന്നത് പാരന്റ്സിൽ നിന്നും എൽഡർ മെമ്പേഴ്സ് ആണ്. ഫാമിലിയിലെ മുതിർന്ന വ്യക്തികളിൽ നിന്നാണ് അവരുടെ ബിഹേവിയർ എന്ത് ചെയ്യുന്നത്, അവൻ കോപ്പി ചെയ്യുന്നത്. സോ നമ്മുടെ വീട്ടില് എപ്പോഴും ഒരു പോസിറ്റീവ് ഇമോഷണൽ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യണം. അവിടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കാനൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഫാമിലിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സൈസ് ഓഫ് ദ ഫാമിലി. നമ്മൾ നോക്കുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലീസ് എങ്ങനെയാണ്, കുറച്ച് ജോയിന്റ് ഫാമിലീസിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടി മുന്നേ സംഭവിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ജോയിന്റ് ഫാമിലി ആവുമ്പോൾ അവിടെ എങ്ങനെയാണ് എൽഡർ മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, അതേപോലെ എന്തൊക്കെയാണ് ഷെയറിംഗ് ഹാബിറ്റ്, ലവിങ് ഈച്ച് അതർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ ചെറുപ്പം മുതലേ പഠിച്ചു വരാണ്. സോ അവർ തമ്മിൽ നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഫാമിലിയുടെ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ കമ്പയർ ടു ന്യൂക്ലിയർ ഫാമിലി നോക്കാം കേട്ടോ. അവിടെ അച്ഛനും അമ്മയും കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവിടെ അവന് ആരായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല. അവന് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പാരന്റ്സ് മാത്രം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, പാരന്റ്സ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അവനൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, ഷെയറിംഗ് ഹാബിറ്റ് കുറവായിരിക്കും. ഈ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് പുറകിലായിട്ടാണ് കാണുന്നത്. ഇനി സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്. അത്യാവശ്യം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് കൂടുതലായിട്ട് ഒരുപാട് കൂടുതൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും ഈ കുട്ടികൾ കടന്നു പോകുന്നത്. അവർക്കറിയാം ഫാമിലിയുടെ എന്താണ് ഫിനാൻഷ്യൽ എബിലിറ്റിനെ കുറിച്ചിട്ടും അവർക്ക് കുറെ കാര്യങ്ങൾ അത് ചെറുപ്പം മുതലേ അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് കുറച്ച് മുൻപേ പക്വത കിട്ടും. എന്നുവെച്ചാല് നമ്മുടെ പ്രായത്തേക്കാൾ കൂടുതൽ ഈ കുട്ടികൾക്ക് കുറച്ച് പക്വത കൂടുതലായിരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല എക്കണോമിക് സ്റ്റാറ്റസിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഒരു മെച്യൂരിറ്റി പെട്ടെന്ന് കിട്ടില്ല, അതേപോലെ ഇമോഷണൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് കിട്ടില്ല. പിന്നെ ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, കുട്ടി പറയുന്ന കാര്യം ഫാമിലിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില ഫാമിലിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് ആദ്യത്തെ പേരക്കുട്ടി പറയുന്നത് വീട്ടിലെ ബാക്കി എല്ലാവരും അത്രയും ഇമ്പോർട്ടൻസോട് കൂടി കെയർ ചെയ്യും. അവർ സംസാരിച്ചു തുടങ്ങുന്നതും അവരുടെ ആഗ്രഹങ്ങൾ, ഇപ്പൊ നമ്മള് പാരന്റ്സ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ട് കുട്ടീനെ സേവ് ചെയ്യാനായിട്ട് ആരുണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. പിന്നെ കുട്ടി എന്തെങ്കിലും ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചാൽ അത് നമുക്ക് കഴിയാവുന്നതാണെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണം. നമ്മൾ നോക്കുക ആഗ്രഹം പറയുമ്പോൾ അത് റിയൽ ആയിട്ട് അവരുടെ ഇഷ്ടത്തോടു കൂടി പറയുന്നതാണോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പറയുന്നതാണോ നോക്കുക. ക്യൂരിയോസിറ്റി ആണെങ്കിൽ അത് വേണ്ട, അല്ലാതെ ഒരു റിയൽ ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇഷ്ടത്തിന് പുറത്താണ് അവനൊരു ആഗ്രഹം പറയുന്നതെങ്കിൽ നമ്മളത് നടത്തി കൊടുക്കണം. ദെൻ പാരന്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോഴത്തെ പാരന്റ്സിന്റെ നമുക്ക് പറയണ്ട പാരന്റൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്. ഇപ്പോഴത്തെ പാരന്റ്സ് നമ്മൾ യങ്ങർ ജനറേഷനിലുള്ള പാരന്റ്സ് 90s കിഡ്സ് എന്നൊക്കെ കളിയാക്കുന്ന എന്താ പറയാ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം കുട്ടികളോട് നമ്മൾ വാൺ ചെയ്ത് വടിയെടുത്ത് വഴക്ക് പറഞ്ഞ് തല്ലിയിട്ടൊന്നും ഈ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് അവര് നല്ലൊരു ഫ്രണ്ടായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഫാമിലീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു കുട്ടിയുടെ ബിഹേവിയർ കണ്ടാൽ ആ കുട്ടി ഏത് ഫാമിലിയിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ?
അവന്റെ സംസാരത്തിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെ, അവൻ എങ്ങനെയുള്ള പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് വളർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഫാമിലി. Children copy the emotional behavior of the parents and elder members of the family. അപ്പൊ ചിൽഡ്രൻസ് എന്താ കോപ്പി ചെയ്യണ? ഇമോഷണൽ ബിഹേവിയർ ആണ് കോപ്പി ചെയ്യുന്നത്. ആരുടെ? പാരന്റ്സിന്റെ, എൽഡർ മെമ്പേഴ്സിന്റെ. If a good atmosphere exists at home, children develop positive emotion. ഇപ്പൊ നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ഒരു ഹോമിൽ ഉണ്ടെങ്കിൽ ചിൽഡ്രൻസിന് ഒരു പോസിറ്റീവ് ഇമോഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. But family relationship with conflict and tension leads to negative emotion. ഇനിയിപ്പോ ഫാമിലീസിൽ എന്താണ് കോൺഫ്ലിക്റ്റും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ കുട്ടി കാണുന്നത് എന്താണ്? ഫാമിലിയിലെ പാരന്റ്സും എല്ലാവരും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റും ഭയങ്കര ടെൻഷനും ഒക്കെ നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് അവൻ വളർന്നു വരുന്നതെങ്കിൽ അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ആയിരിക്കില്ല, ബാഡ് ആയിരിക്കും. അവരും ഇതേപോലെ ഒരു പെട്ടെന്ന് ടെൻഷൻ ആവും, പെട്ടെന്ന് തർക്കിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സപ്പോസ് നമ്മൾ കുട്ടികൾ എന്താ പറയാ, കുട്ടികളുടെ ഫാമിലിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി നടക്കണം. ഫാമിലി വിസിറ്റ് ഒക്കെ അല്ലെങ്കിൽ ഹോം വിസിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഹോം വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഫാമിലിയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 25 സ്റ്റുഡൻസ് എന്ന് വിചാരിക്കും. 25 സ്റ്റുഡൻസിന്റെ ഫാമിലീസ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഏത് ടൈമിൽ പോകണം? വെക്കേഷൻ ടൈമിൽ പോകാം. അപ്പൊ നമ്മൾ കുട്ടികള് അവിടെ ഉണ്ടാവും. നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് അവിടെ എന്താണ് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിട്ട്, പാരന്റ്സും കുട്ടിയും തമ്മിലുള്ള ബോണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, നേരിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ഇങ്ങനെയാണ്. ഇപ്പൊ കുട്ടി വീടുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പാരന്റ്സിനോട് പറയാം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭാവി അവരുണ്ട്, നമ്മൾ കുറച്ച് ശ്രദ്ധ വേണം, പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി സൈസ് ഓഫ് ദ ഫാമിലി ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, parental attitude, etc. also affect the emotional development of the child. ഇത്രയും കാര്യങ്ങളാണ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഇനി സോഷ്യൽ അറ്റ്മോസ്ഫിയർ, കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ അറ്റ്മോസ്ഫിയർ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വേണം കുട്ടിയുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടത്. നമ്മൾ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസ്, കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, നേച്ചർ ഓഫ് ഡിസിപ്ലിൻ, റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ്, നമ്മുടെ സ്കൂൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അല്ലാത്ത പക്ഷം അത് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അവന്റെ ചുറ്റുപാടും, അവന്റെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഫാമിലി കഴിഞ്ഞ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ സ്കൂളാണ് അല്ലെ. അവൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവൻ കൂടുതൽ ഡെവലപ്ഡ് ആവുന്നതും എവിടെ നിന്നാണ്? അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഹെൽത്തി ആൻഡ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികളുടെ ഒരു ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആൻഡ് പോസിറ്റീവ് സ്കൂൾ അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഒരാളൊന്ന് വായിക്കോ? School atmosphere. Social atmosphere. The healthy and conducive atmosphere of the school always results in the balanced emotional growth of children, and the physical facilities of the school curriculum and co-curricular activities, methods of teaching, nature of discipline, and relationship among the members of the staff and the head of the institution, pupil teacher relationship also affect the emotional development of children. Okay. അപ്പോൾ
നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളും ടീച്ചേഴ്സും തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ് കയറാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പണ്ട് മാത്സ് ടീച്ചർ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ മാത്സിനോടെ ദേഷ്യം തോന്നിയ ആൾക്കാരില്ലേ, കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു നല്ല പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് അത്ര ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് അത് നല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ മാത്സ് തന്നെ എടുക്കാം. മാത്സ് നല്ലൊരു ടീച്ചർ, നല്ല കുട്ടികളോട് കമ്പനിയുള്ള നല്ലൊരു ടീച്ചറാണ് ആ ഒരു സബ്ജക്ട് എടുക്കുന്നത്. നല്ല കമ്പനിയാണ്, എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോ നമുക്കൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു സോഷ്യൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും കുട്ടികളും ടീച്ചറും നമ്മൾ ആ ക്ലാസ്സിലുണ്ട്. അത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, കുട്ടികളെ സംബന്ധിച്ച് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് പിയർ ഗ്രൂപ്പ്സ്. പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, നമ്മള് ഫ്രണ്ട്സ് അല്ലെ. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. നമ്മള് ഒരു പിയർ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ഷെയറിങ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, പിന്നെന്താണ് സപ്പോർട്ട്. നമ്മളുടെ കൂടെ ഇപ്പൊ നമ്മള് ഏതൊരു പ്രശ്നത്തിൽ പോയി പെട്ടാലും കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടാവില്ല നമുക്ക്. ഒരു നല്ല സുഹൃത്ത് ഉണ്ടെങ്കിലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അപ്പം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ കൂടെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ദ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് paves the way for social development of the child. ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. ആൻഡ് thereby his ഇമോഷണൽ ഡെവലപ്മെന്റ്, അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The more social the child is, the more emotionally adjustable he will grow. കൂടുതലായിട്ട് സോഷ്യലബിൾ ആയിട്ടുള്ള കുട്ടികൾ കൂടുതൽ മോർ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. സപ്പോസ് രണ്ട് കുട്ടികളുടെ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു കുട്ടി, മൂത്ത കുട്ടി വീട്ടില് തന്നെ ഇരിക്കും. വീട്ടില് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ ഒരു ഫാമിലിയിൽ രണ്ട് കുട്ടികളാണ് ഈ രണ്ട് കുട്ടികൾ. അപ്പൊ അത്യാവശ്യം ഹൈ ക്ലാസ് എന്നല്ല, എന്നാലും അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മൂത്ത ആളാണെങ്കിൽ വീട്ടിൽ നിന്ന് എവിടെയും പോവില്ല, മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല. കൂടുതൽ സമയവും എന്താണ് ടിവിയും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ടൈമും വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ് മൂത്ത കുട്ടി. ഇവനേക്കാൾ 2 വയസ്സ് ഇളയതാണ് രണ്ടാമത്തെ ആള്. പക്ഷെ രണ്ടാമത്തെ ആള് ഏത് സമയവും പുറത്തായിരിക്കും. അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ കറങ്ങി നടക്കും, അവിടെ അടുത്തുള്ള ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടക്കും. അവൻ ആ ഫിനാൻഷ്യൽ സോഷ്യൽ സ്റ്റാറ്റസിനെ കൺസിഡർ ചെയ്യില്ല. അപ്പൊ അവരുടെയൊക്കെ വീട്ടിലൊക്കെ പോകും, അവിടുന്ന് ഫുഡ് കഴിക്കും. അത് നല്ലൊരു എന്താ പറയാ നല്ല രീതിയില് എന്നുവെച്ചാൽ ഒരു പ്രശ്നമില്ല, എന്നുവെച്ചാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിളാണ്. ഇളയ കുട്ടീനെ കുറിച്ചിട്ട് നാട്ടിൽ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. അവനറിയാലോ, അവൻ അവിടെയുള്ള കുട്ടിയല്ലേ എന്ന് പറയും. അങ്ങനെ ഇവിടെ വരാറുണ്ട്, കളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയും. മൂത്ത ആളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവനധികം കണ്ടിട്ടില്ല പുറത്തോട്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഏത് കുട്ടിയിലായിരിക്കും ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കൂടുതൽ? രണ്ടാമത്തെ കുട്ടിയിലായിരിക്കും അല്ലെ? എല്ലാവരും അതിന് ഓക്കെ അല്ലെ? രണ്ടാമത്തെ കുട്ടിയിലാണ്. കാരണം അവൻ സോഷ്യലബിൾ ആണ്, മറ്റുള്ളവരോട് സംസാരിക്കുന്നു, ഇപ്പൊ സൈക്കിൾ ചവിട്ടുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഫുട്ബോൾ കളിക്കുന്നു, അവൻ ഗെയിമുകൾ കളിക്കുന്നു, പ്ലേ ടൈം, അവൻ ഫ്രീ ടൈം ഫുള്ളും എന്ത് ചെയ്യുന്നു, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാണ്. അവൻ വളർന്നു വരുന്ന ഒരു ബാല്യം എന്ന് പറയുന്നത് അവന് മെമ്മറബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാല്യത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ അവന് എന്താണ് നല്ല രീതിയിൽ സോഷ്യൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതേപോലെ അവന് റെസ്പെക്ട് ചെയ്യാൻ അറിയാം, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയാം, മറ്റുള്ളവർ വാല്യൂ ചെയ്യാൻ അറിയാം, മറ്റുള്ളവരുടെ റൈറ്റ്സ് വാല്യൂ ചെയ്യാൻ അറിയാം. ഇതെല്ലാം അവനറിയുന്നുണ്ട്. പക്ഷെ മൂത്താളെ സംബന്ധിച്ച് അവനധികം സോഷ്യലബിൾ അല്ല. എങ്ങനെയാണ് മറ്റു കുട്ടികളോട് പെരുമാറേണ്ടത്, എങ്ങനെ സോഷ്യലബിൾ ആവണം എന്ന് പോലും അവനറിയില്ല. The more sociable the child is, the more emotionally adjustable he will grow. കൂടുതൽ സോഷ്യലബിൾ ആയിട്ടുള്ള കുട്ടികൾ കൂടുതൽ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആണ്. സോഷ്യലി ഡിസ്കാർഡ് ആൻഡ് മാൽ അഡ്ജസ്റ്റഡ് ചിൽഡ്രൻ ഓൾവേസ് ഫേസ് ഡിഫിക്കൽറ്റി ഇൻ ഇമോഷണൽ പ്രോബ്ലംസ്. ഇനി സോഷ്യലി ഡിസ്കാർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരിൽ ഇമോഷണൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്.
കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ സൊസൈറ്റിനെ മനസ്സിൽ വന്നാൽ മതി, നമ്മുടെ സൊസൈറ്റിയുടെ. നൈബർഹുഡ് നൈബർഹുഡ് എന്ന് പറയുമ്പോൾ അയൽപക്കങ്ങൾ അല്ലെ. ഇന്ന് നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു 10 വീടുകൾ പറയാൻ പറഞ്ഞാല് വളരെ അപൂർവം. ചിലവർക്ക് പറയാൻ പറ്റും, ചിലവർക്ക് അറിയാത്തവരുണ്ടാവും അല്ലെ. അടുത്തുള്ള വീടുകൾ ആരൊക്കെയാണെന്നോ അവിടെ ആരൊക്കെ താമസിക്കുന്നോ അവരുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയാത്ത കുറെ ഇതുണ്ട്. ഗ്രാമപ്രദേശത്തല്ലാണ്ട് ഞാൻ ഈ പറയുന്നത്, സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാല്. ഞങ്ങളുടെയൊക്കെ ഗ്രാമപ്രദേശം. എന്റെ വീട് ചേതമംഗലം എന്ന് പറയും. ചേതമംഗലം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പാലിയം കേട്ടിട്ടുണ്ടോ? പണ്ട് സോഷ്യൽ ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും പാലിയം സത്യാഗ്രഹം എന്നൊക്കെ. ഓക്കെ. പാലിയം എന്നാണ് എന്റെ ഗ്രാമത്തിന്റെ പേര്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. സോ ഇവിടെ എന്ന് വെച്ചാല് ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്ന് വെച്ചാല് നല്ല എന്താ പറയാ നൈബർഹുഡ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം. പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരായാലും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഏതൊക്കെ വീട്ടില് ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സോ ഞാൻ ചെറുപ്പത്തില് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നടന്നു വരുമ്പോ ഞാൻ ടൈം കുറച്ച് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഇൻഫർമേഷൻ ആദ്യമേ എത്തിയിട്ടുണ്ടാവും ഞാൻ പതുക്കെ നടന്നു വരുന്നുണ്ട് കേട്ടാ എന്നുള്ളത്. കാരണം അവര് സൈക്കിൾ അവിടെ പോകുന്നവര് എന്തായാലും റോഡ് സൈഡിൽ അമ്മ നിൽക്കുന്നത് കാണാം. അമ്മോള് വരുന്നുണ്ട് കേട്ടോ, അവൾ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അമ്മയ്ക്കൊരു സമാധാനമാണ്. കാരണം അവൾ നടന്നു നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരമുണ്ട് എന്റെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ അല്ല, എന്നാലൊരു 1 കിലോമീറ്ററോളം അടുത്ത് നടന്ന് വേണം എനിക്ക് സ്കൂളിൽ വരാനായിട്ട്. നടന്നാ പോകുന്നത്. അപ്പൊ എന്താണ് അങ്ങനെ നമുക്ക് ഇപ്പൊ നിങ്ങൾ മുമ്പ് പോകുന്നവര് അവരോട് പറയും, മോള് വരുന്നുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്, പേടിക്കണ്ട. ചിലപ്പോ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും. അപ്പൊ നമുക്ക് പരസ്പരം എല്ലാവരെയും അറിയാം. അതേപോലെ നൈബർഹുഡ് റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയാ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എന്റെ ഒരു നൈബർഹുഡ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീടിന് ചുറ്റും ഒരു 4 വീടും ക്രിസ്ത്യൻസാണ്. ചുറ്റുമുള്ളവര് ക്രിസ്ത്യൻസാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഭാഗത്ത് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ക്രിസ്ത്യൻസ് ആണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്നുള്ള ഡിഫറൻസേ ഇല്ല. കാരണം വെച്ചാല് അവിടെ അപ്പുറത്ത് ക്രിസ്മസ് ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ 4 കൂട്ടം കേക്ക് ആയിരിക്കും. 4 ഫാമിലി എന്നുള്ള കേക്ക്, 4 കൂട്ടം വൈൻ, 4 ഫാമിലീസിനും ഓരോരുത്തർ തന്നെ വൈൻ. അതേപോലെ തന്നെ എന്താണ് ഈസ്റ്റർ ആയാലും പെരുന്നാളായാലും എന്താ പറയാ പള്ളിപ്പെരുന്നാളായാലും എന്തായാലും എല്ലാവരും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ നല്ലൊരു ബോണ്ട്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ബോണ്ട്, ഇന്ന് കാണാൻ പറ്റാത്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബോണ്ട് അന്ന് ഞങ്ങള് എന്താ പറയാ നൈബർഹുഡ് അല്ലെങ്കിൽ അയൽപക്കങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അയൽപക്കത്തുള്ളവര് അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. പക്ഷെ ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ? നമ്മൾ എൻജോയ് ചെയ്തത് ഇല്ലല്ലോ. നമുക്ക് തന്നെ പേടിയാ. അയൽപക്കത്ത് കുറച്ചു നേരം കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളപ്പോ തന്നെ പറയുന്നോ ഇവിടെ വേണമെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്റെ മുമ്പിൽ വന്ന് കളിച്ചോളെ അല്ലെ. കാരണം നമ്മളുടെ കുട്ടികൾ വളർന്നു വരുന്ന സൊസൈറ്റി അത്ര സേഫ് അല്ല. ആ ഒരു പേടി ഇന്നത്തെ പാരന്റ്സിന് എല്ലാവർക്കും ഉണ്ട്, ഇൻക്ലൂഡിങ് മീ. എനിക്ക് വരെ ഉണ്ട്. ഞാനും ബോൾ കളിക്കാനായിട്ട് വേറെ വീടുകളിലേക്ക് വിടില്ല, ഇവിടെ വന്ന് കളിച്ചോളാൻ പറയും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അവരെല്ലാവരും വന്ന് കളിക്കും, എന്നിട്ട് അവർ പിരിഞ്ഞു പോകും. എന്റെ മുമ്പിലാണെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. അത് എല്ലാ പാരന്റ്സിനും ഉള്ളതാണ്. ഇന്ന് നൈബർഹുഡ് റിലേഷൻഷിപ്പും കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും കുറഞ്ഞു വരുന്നൊരു ടൈം പീരീഡ് ആണ്. അപ്പോ നല്ലൊരു നൈബർഹുഡ് റിലേഷൻഷിപ്പും നല്ല കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫിയർലെസ് ആയിട്ടുള്ളൊരു ചിൽഡ്രൻസിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളൊന്ന് റീഡ് ചെയ്യോ ദ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്? The community and neighborhood. The child picks up so many traits of the emotional behavior from the premises. The brave community is sure to give birth to fearless and courageous children, whereas children grown in an emotionally polarized community exhibit emotional instability and emotional susceptibility.
സോറി ട്ടാ. നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ഫിയർലെസ് ആൻഡ് കറേജസ് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ധൈര്യത്തോടു കൂടി നല്ലൊരു ഭയമില്ലാതെ നല്ല രീതിയിൽ നല്ലൊരു ബ്രീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ഡെവലപ്മെന്റ് സംഭവിക്കും. അല്ലാത്ത പക്ഷം ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസ് ആൻഡ് സസ്റ്റൈനബിലിറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർക്ക് ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കണം, മറ്റുള്ളവരുടെ എന്താ പറയാ, മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം, ഒരാളെ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് ഗ്രീറ്റ് ചെയ്യണം എന്ന് പറയാനായിട്ട് അറിയില്ല. പണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്കൂടെ ഒരു വെല്ലിച്ചൻ പോകുമായിരുന്നു കേട്ടോ. ആ വെല്ലിച്ചൻ അമ്പലത്തിലേക്കാ പോകുന്നേ. ആൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് തോന്നുന്നു. റിട്ടയർഡ് ആയതിനു ശേഷമാണ് സ്ഥിരമായിട്ട് ഞാൻ കണ്ടുതുടങ്ങിയത്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആള് ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്, ജസ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പോകും. ആദ്യം ഞാൻ പറയാനായിട്ട് മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരം ഗുഡ് മോർണിംഗ് പറയലാണ്. എവിടെ വെച്ച് കണ്ടാലും ചില രാവിലെ ആയിരിക്കും, ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങായിരിക്കും. അപ്പൊ അതിന് ആ വെളിച്ചം എന്താണ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരായിരിക്കും. അപ്പൊ ഗുഡ് മോർണിംഗ് പറയും. അപ്പൊ അങ്ങനെ വിഷ് ചെയ്യാനായിട്ട് വിഷ് ചെയ്ത് നമ്മള് പരിചയം അല്ലെങ്കിൽ ഒരു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വെരീസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. കാരണം രാവിലെ പോകുന്നു, വിഷ് ചെയ്യുന്നു, എല്ലാവരും ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാൻ, എന്നെ മാത്രമല്ല കേട്ടോ, പോയി വരുന്ന വഴി ഫുള്ളും അദ്ദേഹം വിഷ് ചെയ്യാറുണ്ട്. അപ്പൊ ആ വെരീസിന് ഒരു ദിവസം കാണാനില്ല, ഒരു ദിവസം കണ്ടില്ല. എല്ലാവരും പരസ്പരം ചോദിച്ചു, വെരീസിനെ കണ്ടില്ലല്ലോ എന്ന്. നമ്മൾ പോകുമ്പോഴൊക്കെ ചോദിക്കും, വെരീസിന് വന്നോ, കണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നുവെച്ചാല് ആ വെരീസിന് വയ്യാണ്ടായപ്പോഴാണ് വെരീസിന് ഇതായത്, പോവാണ്ടായത്. പിന്നീട് മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും സ്ഥിരമായിട്ട് വരുന്നു, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചു. കാരണം എന്താണ്, അപ്പൊ അറിയാം നമുക്ക് പരസ്പരം എല്ലാവർക്കും എന്താ അറിയാം, ആരൊക്കെയാണ്, എന്താണ് പേര് എന്ന് പോലും അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫാമിലി വീട് മാറി വന്ന് താമസിക്കുകയാണെങ്കിൽ ആ ഫാമിലിയെ കുറിച്ച് നമുക്കൊരു കാര്യവും അറിയാൻ പറ്റില്ല. ചിലപ്പോ നമ്മുടെ തൊട്ടയൽപ്പക്കായിരിക്കും. എന്താ പറയാ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചോദിക്കണം ഈ അഡ്രസ് ഏതാണ്, ഇന്ന ആളുടെ പേര് ഏതാന്ന് ചോദിച്ചാൽ പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നില്ല അല്ലെ, ഇല്ലേ? ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്നപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഫാമിലി വാടകയ്ക്ക് വന്ന് താമസിച്ചു കേട്ടോ. പക്ഷെ അവരെ പേര് പരിചയമൊന്നുമില്ല. അവര് നമ്മളുടെ അടുത്തേക്കോ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. മറ്റുള്ളവരുടെ ഫാമിലിയിലൊക്കെ പോകും. പക്ഷെ ഇവര് നമ്മളുടെ ഫാമിലിയിലേക്കോ, അല്ലെങ്കിൽ ആദ്യം വന്നപ്പോ ഞാൻ മുമ്പ് സംസാരിച്ചു. പക്ഷെ അവര് വലിയ എന്താണ് സംസാരിക്കുന്ന ആൾക്കാരല്ല, കുറച്ച് ചാടയൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ സംസാരിച്ചില്ല. അപ്പൊ എന്താണ്, ഇവരെനിക്ക് അറിഞ്ഞുകൂടാ, പരിചയപ്പെട്ടിട്ടില്ല. എവിടെന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് ഒരു പാർട്സിൽ വന്നു. പാർട്സിൽ വന്നപ്പോ ലൊക്കേഷൻ നോക്കുമ്പോ അവര് ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്, എനിക്ക് ഈ പേര് പറഞ്ഞിട്ടോ ഒന്നും മനസ്സിലാവില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പേര് നിതീഷ എന്നാണ്, പെങ്കൊച്ചിന്റെ പേര് നിതീഷ എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് നിതീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആളുടെ വീട്ടിലേക്കായിരിക്കും പാർസൽ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞു കേട്ടു. അപ്പൊ തിരിച്ചു വന്നു, അല്ല അവിടെ അല്ല, അവിടെ ഓർഡർ ചെയ്തിട്ടില്ല, ഒരു കുർത്തയാണ്. നിതീഷ് എന്ന് പറഞ്ഞ ആള് എന്താണ് മാരീഡ് ഒന്നുമല്ല. അപ്പൊ അവിടെ പോയി ചോദിച്ചപ്പോ അവിടെ അല്ല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. പിന്നെയും ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആദ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ കോള് കണക്ട് ആയിരുന്ന മനസ്സിലായത് തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പൊ എന്താണ്, ഇപ്പൊ കമ്മ്യൂണിറ്റി നൈബർഹുഡ് റിലേഷൻഷിപ്പ് കുറവാണ്. ഇൻക്ലൂഡിങ് ഇപ്പൊ ഞാനാണെങ്കിലും നൈബർഹുഡ് റിലേഷൻഷിപ്പ് കുറവാണ്. കാരണം ഇപ്പൊ നമ്മളെന്താ പറയാ, അവരറിയില്ല. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം സംസാരിക്കാൻ പോയി മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കിട്ടും. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നൈബർഹുഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ബോണ്ടായിരുന്നു. അതിനൊരു ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലൊക്കെയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രശ്നം നമ്മൾ മാക്സിമം ഓവർകം ചെയ്യാൻ നോക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നൈബർഹുഡ് റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് പറയുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴും അതേപോലെ തന്നെ കുട്ടികളുടെ കെയറും അവരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്കൊരു പോർഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളുടെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എങ്ങനെ ആണ് എന്നൊരു ആക്ഷൻ സോങ് പോലെയോ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി കുട്ടികൾക്ക്. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. അത് ഇവിടെ
നമ്മുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ നിന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് എന്തെങ്കിലും ഫിസിക്കൽ വീക്ക്നെസ്സോ ഡിഫോർമാലിറ്റീസോ ഇൽനെസ്സോ ഉള്ള കുട്ടികൾ വരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം. പിന്നെ ടീച്ചേഴ്സ് നമ്മുടെ പാരന്റ്സ് ആയിട്ട് നല്ല ഒരു ആക്റ്റീവ് കോപ്പറേഷൻ വേണം. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്. പാരന്റ്സും അത്ര പുറകിലാവരുത്, ടീച്ചേഴ്സും പുറകിലാവരുത്. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് നല്ലൊരു ഹെൽത്തി എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ വേണം. ടീച്ചേഴ്സ് ഒരു കാര്യം ഉറപ്പുവരുത്തണം, കുട്ടികൾക്ക് ഫാമിലിയിൽ നല്ലൊരു ആക്റ്റീവ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാഹചര്യം ഉണ്ടോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യണം. ഇനി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ സ്കൂൾ ഷുഡ്, നമുക്ക് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്കൂളിൽ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യും, സെൻസ് ഓഫ് ബിലോങ്നെസ്. ചിൽഡ്രൻ നമ്മൾ ഈ ഒരു സ്കൂളിന്റെ ഭാഗമാണ്, നമുക്ക് സ്കൂളിൽ നമ്മൾ വാണ്ടഡ് ആണെന്നൊക്കെ ഉള്ള ഫീൽ തുടങ്ങും. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെപ്രസെന്റേറ്റീവ്സ്. കുട്ടികളെ സംബന്ധിച്ച് ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലൊരു ബോണ്ട്, ഒരു പോസിറ്റീവ് ബോണ്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം. പറയാൻ കാരണം, ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ നൈബർഹുഡിലൊക്കെ ചെറിയ കുട്ടികള് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില കുട്ടികൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ആരോടായിരിക്കും തുറന്നു പറയാന്നറിയാമോ? ഏറ്റവും ചില ഫാമിലിയിൽ ചിലപ്പോൾ പാരന്റ്സിനോട് പോലും അവൻ എന്ത് ചെയ്യില്ല, തുറന്നു പറയില്ല. പക്ഷെ അവൻ തുറന്നു പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ടീച്ചറിന്റെ അടുത്തായിരിക്കും. കൂടുതൽ കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് വഴിയാണ് ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാൻ പറ്റും നമ്മുടെ കുട്ടിക്ക് വരുന്ന മാറ്റം, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടിക്ക് വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കി അവർ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആവാം, ഫാമിലിയിലെ പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കും. അപ്പൊ അവൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇമോഷണൽ ഇംബാലൻസും കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നമ്മൾ അവർ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ അവർ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അവന് വേണ്ട വാത്സല്യം അഫെക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ ഒരു സെൻസ് ഓഫ് ബിലോങ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു ഫീലിംഗ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ടീച്ചർ, എന്റെ മോൾക്കും അംഗനവാടി പഠിക്കുമ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ മോള് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മോള് യൂറിൻ പാസ് ചെയ്യാൻ പോയതാ, മോക്ക് കിഡ്നിക്ക് പ്രശ്നമുള്ളതാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ 5 മിനിറ്റ് വിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പൊ അവിടത്തെ ചേച്ചി ഒരു ഭയങ്കര ഒരു സാധനമായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്ന നമ്മളെ കുഞ്ഞു പോർഷൻ, ആ ഹോള് പോലെ വരുന്ന അവിടെ കുഞ്ഞിനെ പിച്ചി എടുത്ത് അവിടെ മൂക്ക് അത് അവിടെ വിണ്ടുപോയി, അവിടെ ബ്ലഡായി. കുഞ്ഞ് വീട്ടിൽ വന്ന് പറഞ്ഞ അവരെന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. മോള് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും കുഞ്ഞ് കുളിക്കുമ്പോ നമ്മൾ അവിടെ വാഷ് ചെയ്ത് സോപ്പിട്ട് കൊടുക്കുമ്പോ അവളങ്ങനെ കരയാറില്ല. മോൾ അന്നത്തെ ദിവസം മാത്രം കരഞ്ഞു. അപ്പൊ കിഡ്നിക്ക് മോക്ക് അവിടെ പ്രശ്നം വരുമ്പോ അവിടെ ഒരു നീറ്റല് വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്നും പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ തുടച്ചിട്ട് പാൻറ്റീസ് അങ്ങ് ഇട്ട് കൊടുത്തു. ഞാൻ പിന്നെ മോൾ ഇരിക്കുന്നും ഒന്നുമില്ല. അങ്ങനെ ഞാൻ പാൻറ്റീസ് ഊരി നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ കീറി മൊത്തം ചുമന്ന് പഴുപ്പ് പോലെ നിൽക്കുന്നു. അപ്പോഴാണ് കുഞ്ഞു പറഞ്ഞത്, അംഗനവാടിയിൽ ആന്റി ചെയ്തതാണ് ആന്റി, ഞാൻ മൂത്രം ഒഴിക്കാൻ വന്നപ്പോ എന്റെ മോള് മൂത്രം ഒഴിക്കാൻ പോയില്ലെന്നും പറഞ്ഞ് കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചു. പിന്നെ നമ്മൾ കേസൊന്നും കൊടുക്കാൻ നിന്നില്ല. അത് പിന്നെ ഞാൻ ഇവിടെ ഹസ്ബൻഡിനോട് മാത്രമേ പറഞ്ഞോളായിരുന്നു. ഹസ്ബൻഡ് വീട്ടുകാരടുത്തും ആരടുത്തും പറയാൻ നിന്നില്ല. പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു ഇഷ്യൂ മോക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു 3 വയസ്സിൽ അംഗനവാടി വെച്ച്. അങ്ങനെ ഒരുപാട്. പിന്നെ അതിനുശേഷം മോളെ ഞാൻ എവിടെ വിട്ടിട്ട് തിരിച്ച് വന്നാലും ഞാൻ ഫസ്റ്റ് ഞാൻ അവിടെ നോക്കും. കാരണം കുഞ്ഞിന് ഒന്നാമത് കിഡ്നിക്ക് പ്രശ്നമുള്ള മോളാ, എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നാലും ഞാൻ അവിടെ ഫസ്റ്റ് നോക്കുന്നത്. എനിക്ക് അതിനുശേഷം ഭയങ്കര പേടിയാണ് കുഞ്ഞിന്റെ കാര്യം ഓർത്ത്. കാരണം അവർക്ക് ഒന്നാമത് പറയാൻ പറ്റുന്ന പ്രായമല്ല. അന്ന് പിന്നെ മോൾ അവർ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് മോളും പറഞ്ഞില്ലായിരുന്നു എന്നോട്.
ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാനും അറിയത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നായിരുന്നു 3 വയസ്സിൽ. ഇപ്പൊ 4 വയസ്സായി മോക്ക്. ഓക്കേടാ, അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. കാരണം എന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക്, ഞാൻ ശ്രദ്ധിച്ചില്ല, നമുക്ക് തന്നെ ഭയങ്കര കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം നമ്മള് ഏറ്റവും കെയർഫുൾ ആണ് എന്ന് വിചാരിച്ചു വിടുന്ന സ്ഥലമല്ലേ നമ്മൾ. ശരിക്കും പറഞ്ഞാല് അവർ ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ മക്കളെ പോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു ഏജിൽ വരുന്ന കുട്ടികളെയാണ് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നമ്മൾ കാണുന്നത് നമ്മളെ മക്കളെ പോലെ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളെയും കാണുന്നത് നമ്മൾ സ്വന്തം കുട്ടീനെ എങ്ങനെ കാണുന്നത് അതേ വാത്സല്യത്തോടെ കെയറോടെ കൂടി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കേസ് കൊടുക്കേണ്ടതായോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും കുട്ടിക്ക് ഒരു അവസ്ഥ വരില്ലേടാ. അതെ അതെ, ഇതേ അവസ്ഥ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, ഈ ചേച്ചി ഇങ്ങനെ ഭയങ്കര കുഞ്ഞുങ്ങളെ അടിക്കുകയും നുള്ളുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറുമെന്നുള്ളത്. കാരണം കുഞ്ഞ് ആ പുതിയ അംഗനവാടിയായിരുന്നു. പോയി 2 ആഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിട്ടതേ ഇല്ല കുഞ്ഞിന് അംഗനവാടിയിൽ. നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചു വിടുന്ന സ്ഥലമല്ലേ. ശരി, നമുക്ക് ആ ഒരു ഫീൽ കിട്ടണം. ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയൊക്കെയാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. നമുക്ക് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കാം. ശ്രദ്ധിക്കുക. നമ്മള് കുറച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 3 വയസ്സ് വരെ ഉള്ള കുട്ടീനൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനല്ലേ സ്പെഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രാക്ടീസ് ആണ് കുട്ടിച്ച് എന്തായാലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലാവരും 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ, നിങ്ങൾ എല്ലാവരും നമ്മളത്തെ അമ്മമാരെ എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികൾക്ക് ബാറ്റച്ചും കുട്ടച്ചും പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോ അവിടെയും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ബാറ്റച്ചാണ് കുട്ടച്ചും പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. 3 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ മത്സരത്തോടു കൂടിയല്ലേ നോക്കാൻ പറ്റുന്നേ. ഈ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കട്ടെ എല്ലാവരും. പെൺമക്കളുള്ള അമ്മമാര്, പെൺമക്കളെ മാത്രമല്ല ആൺകുട്ടികളും ഇന്ന് ഈ സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട് കേട്ടോ. നമ്മള് പെൺകുട്ടികളെ ശ്രദ്ധിക്കാന്ന് മാത്രല്ല, 2 പേരും തുല്യമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ അവരോട് നമ്മൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം. നമ്മളെ പാരന്റ്സ് എന്നുള്ള നിലയിലും ടീച്ചേഴ്സ് എന്നുള്ള രീതിയിലും നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. അവർക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. അപ്പൊ അവർക്കതൊരു കോൺഫിഡൻസ് ആണ്. എന്തുണ്ടെങ്കിലും അമ്മയുടെ ഒപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒപ്പം ഉണ്ടാവും എന്നൊരു കോൺഫിഡൻസ് വാല്യുബിൾ ആണ്. എന്നുവെച്ചാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്. സെൻസ് ഓഫ് ബിലോങ്നെസ്, സെൻസ് ഓഫ് സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം എല്ലാ പാരന്റ്സ് ഈ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് അവര് സ്വയം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി കരിക്കുലർ ആക്ടിവിറ്റി, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഫിസിക്കൽ ഇമോഷണൽ ഡെവലപ്മെന്റിനൊക്കെ വളരെയധികം നല്ലതാണ്. നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന അധ്യാപകരാവണം. ഓരോ കുട്ടീനെയും അവരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ആ ഒരു ലെവലിൽ നിന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കണം. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കുട്ടീനെയും പഠിപ്പിക്കണം. കുട്ടികളുടെ ഇമോഷണൽ എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിങ്ക് ചെയ്തിട്ടായിരിക്കില്ല അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. സോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം, എങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്നുള്ളതിൽ അവരെ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ടീച്ചേഴ്സ് എപ്പോഴും ലവിങ് ആൻഡ് സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കുട്ടികളിൽ കുറച്ച് മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്, എല്ലാ കുട്ടികൾക്കും കുറച്ച് മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എഡ്യൂക്കേഷൻ ടു അഡോളസെന്റ് എന്ന് പറയുന്നത്
സെക്സ് എഡ്യൂക്കേഷൻ അഡോളസെന്റ് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും. പക്ഷെ നമ്മളുടെ ഒരവസ്ഥ എന്ന് വെച്ചാല് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് പോലും ഈ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ആക്ഷൻ സോങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ സോങ് കിട്ടും. ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ സോങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആ ആക്ഷൻ സോങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ സോങ്. ഓക്കെ, അപ്പൊ നമ്മള് റോൾ ഓഫ് ടീച്ചേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് റീഡ് ഒക്കെ ചെയ്ത് നോക്കാം. പറയാൻ വന്ന എന്താണ്, ലാസ്റ്റ് ഞാൻ പിങ്ക് കവറിന്റെ ആക്ടിവിറ്റി ആണ് തന്നത്. അതെ ടീച്ചർ. കളർ ടാബ്ലറ്റ്സ് വന്നിട്ടുണ്ട്, കളറിംഗ് ബോക്സ്, കളർ ടാബ്ലറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല തന്നിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ആക്ടിവിറ്റി വരുമ്പോ അതെങ്ങനെ ചെയ്യണമെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് കളറിംഗ് ബോക്സ് എന്ന് പറയും. മോണ്ടിസോറി മെറ്റീരിയൽസിൽ കളറിംഗ് ബോക്സ് 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് പ്രൈമറി കളർ ബോക്സ് കളറാണ്. പ്രൈമറി കളർ ടാബ്ലറ്റ്സ് ആണ്. റെഡ്, ബ്ലൂ, യെല്ലോ. പ്രൈമറി കളർ ടാബ്ലറ്റ്സ് റെഡ്, ബ്ലൂ, യെല്ലോ. ഇത് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ്. 11 കളേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്റ്റേഷനറി കളർ ടാബ്ലറ്റ്സ് ആണ്. 64 ഉണ്ട്. റെക്കോർഡ് ചെയ്ത് തുടങ്ങിയോ നിങ്ങള്? 2 റെക്കോർഡ് തീർന്നു മിസ്, ഇനി പറഞ്ഞു തരാനുണ്ട്. ഓക്കെ ഓക്കെ, നോക്കി നിങ്ങള് ഈ കളർ ടാബ്ലറ്റ്സ് കാണുന്നുണ്ട്. കളറാണ്. അപ്പോ ആ കളർ ഷെയ്ഡ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ആവാതിരിക്കാനും ടച്ച് ചെയ്ത് അത് ആ കളർ ടാബ്ലറ്റ്സിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയാണ് 2 സൈഡിലും വുഡിന്റെ പീസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, വുഡിന്റെ പീസ് നമുക്ക് വേണ്ട. ഐസ്ക്രീം കഴിക്കാറുണ്ടോ? ചോക്കോബാർ. അപ്പൊ സ്റ്റിക്ക് കിട്ടൂലേ? ഒരു സ്റ്റിക്ക് കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റിക്കിന്റെ മുകളിൽ താഴെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കളർ ടാബ്ലറ്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കളറിംഗ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇത് വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് വുഡിലൊന്നും ചെയ്യണ്ട. നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് ചെറിയ പീസ് നമ്മള് അത്യാവശ്യം കനമുള്ള നമ്മള് ബുക്കിന്റെ ഒക്കെ കവറിംഗ് ഇല്ലേ, നോട്ട് ബുക്കിന്റെ ഒക്കെ കവറിംഗ് പോലെ കുറച്ച് കനമുള്ള ഒരു കാർഡ്ബോർഡ്. ഓക്കെ, ആ കാർഡ്ബോർഡിൽ കളർ പേപ്പേഴ്സ് പേസ്റ്റ് ചെയ്താൽ മതി. കളർ പേപ്പേഴ്സ് ഇതേപോലത്തെ ഒരു പേപ്പറിന് 5 രൂപയ്ക്ക് കിട്ടും. അതിന് പൈസ കുറവിന് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കിട്ടുന്ന കളർ പേപ്പേഴ്സ് ഉണ്ട്. അത് കുറച്ച് പേപ്പർ പോലെ, ലൈറ്റ് പേപ്പർ പോലെ ഇരിക്കാം. കുറച്ച് കനമുള്ള കളർ പേപ്പർ നോക്കി വാങ്ങിക്കണം. ഓക്കെ, കനമുള്ള കളർ പേപ്പർ നോക്കി വാങ്ങിക്കാം. 5 രൂപയാന്ന് തോന്നുന്നു. അതിങ്ങനെ മടക്കി സെല്ലോ ടേപ്പ് പേസ്റ്റ് ചെയ്യണം. നമ്മൾ ഗ്ലൂവോ പശയോ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, കളർ ഷെയ്ഡ് ആവും. ഓക്കെ, സെല്ലോ ടേപ്പ് പേസ്റ്റ് ചെയ്യണം കേട്ടോ. അത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ പാടില്ല. അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, മിസ് ഇത് വുഡിലാണോ ചെയ്യുന്നത്? വുഡിലല്ല, കാർഡ്ബോർഡില്. മിസ് ഇതിന്റെ നെയിം എന്താ? പേരാണോ? കളറിംഗ് ബോക്സ്. കളർ ബോക്സ് ആണോ? അല്ല, കളറിംഗ് ബോക്സ് അല്ലെങ്കിൽ കളർ ടാബ്ലറ്റ്സ് എന്ന് പറയും നമ്മള്. ഇത് ബോക്സിന് നമ്മൾ കളറിംഗ് ബോക്സ് എന്ന് പറയും. ഓരോ പീസിനെയും കളർ ടാബ്ലറ്റ്സ് എന്ന് പറയും. ഓക്കെ, മിസ് ഇത് നമ്മൾ എത്ര എണ്ണം ചെയ്യണം ഇതേപോലെ? 11 എണ്ണം ഉണ്ട്. നോക്കി നിങ്ങൾ സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ആണ് ചെയ്യുന്നത്. 11 എണ്ണം. ഗ്രീൻ, ബ്രൗൺ, ഓറഞ്ച്, റെഡ്, പിങ്ക്, ലാവൻഡർ അല്ലല്ലോ, വയലറ്റ്, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ആഷ് ഓർ ഗ്രേ പറഞ്ഞാൽ ഗ്രേ. നോക്ക ഈ കളേഴ്സ് കിട്ടുന്നുണ്ടോ? കളർ ചാർട്ട് വെച്ചിട്ട് ഒട്ടിച്ചാലും മതിയോ? കളർ ചാർട്ടോ കിട്ടോ? എല്ലാ കളറും കിട്ടോടാ? അതറിയൂല, അങ്ങനെ ചാർട്ട്സ് ഏകദേശം കളർ കിട്ടും ടീച്ചർ. കളർ പേപ്പർ കിട്ടൂടെ? കളർ ചാർട്ടിന് അത്രയും വരില്ല. കളർ ചാർട്ടിന് പറയുന്നത് നമ്മള് പൈസ ആവില്ല. കളർ പേപ്പർ കിട്ടും, അധികം പൈസ ആവില്ല.
ഓക്കെ. നമ്മുടെ കുട്ടികളുടെ നോട്ട്സ് ബുക്ക് ഒക്കെ വാങ്ങിക്കുന്ന കടയില്ലേ, സ്റ്റേഷനറി കട, അവിടെ ഉണ്ട്. ഇനി ഏതെങ്കിലും കളർ കിട്ടിയില്ലെങ്കിൽ അത് നമ്മള് A4 ഷീറ്റ് എടുത്തിട്ട് കളർ ചെയ്യാം. കളർ ചെയ്തിട്ട് ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഏതെങ്കിലും ടീച്ചർ കളർ ഈ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ടീച്ചർ എവിടെ യൂസ് ചെയ്യണമെന്നാ പറഞ്ഞേ? ഈ നമ്മൾ ആ രണ്ട് സൈഡിലും ഉണ്ടാകാം. രണ്ട് സൈഡിലും നമ്മൾ പിടിക്കുന്ന സൈഡ് ഉണ്ടോ, അതെ അതെ. അവിടെയാണ്. അവിടെ നമുക്ക് ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ്ബോർഡോ അല്ലെങ്കിൽ കുറച്ച് കനമുള്ള ഒരു പേപ്പറോ അവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായ ഐഡിയസ് ചെയ്യാം. ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പിടിക്കുമ്പോൾ ആ ബുദ്ധമായിരിക്കും കുട്ടികൾ പിടിക്കുന്നുള്ളൂ. ഓക്കെ. അല്ല ഒരു പേപ്പറോ ഒരു അത്യാവശ്യം കനമുള്ള ഒരു കാർഡ്ബോർഡിന്റെ ഒരു പീസാണ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം, നോക്കുക, റെഫർ ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. മിസ്, ഈ സ്ക്രാപ്പ് ബുക്കിന്റെ പേപ്പർ വരൂലേ, അത് ചെയ്യാൻ പറ്റുമോ? എന്താണ് സ്ക്രാപ്പ് ബുക്ക് ഇല്ലേ, സ്ക്രാപ്പ് ബുക്കിൽ കളർ പേപ്പറുകൾ വരൂലേ, അത് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. കളേഴ്സ് കിട്ടുകയാണെങ്കിൽ അങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈകിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റോൾ ഓഫ് ടീച്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നത്? Good morning, teacher and my dear friends. Today's section was really informative and easy to understand. I sincerely thank our teacher for explaining everything so clearly. Thank you to all my classmates for participating so actively. I appreciate everyone for making today's class meaningful. Thank you and thank you, teacher. താങ്ക് യു ഓൾ. താങ്ക് യു, മാം. താങ്ക് യു ടീച്ചർ.